السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറത്തുൻ നിസായിലെ 9-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وإذا حضر القسمة أولي القربى واليتامى والمساكين فارزقوهم منه وقولوا لهم قولا معروفا. وإذا حضر ഹാജരുണ്ടായാൽ, സന്നിഹിതരായാൽ, അൽ ഖിസ്മത്ത ഭാഗം വയ്ക്കുമ്പോൾ, അനന്തരാവകാശ സ്വത്തുകൾ ഭാഗം വയ്ക്കുന്ന സന്ദർഭത്തിൽ ഹാജരുണ്ടായാൽ, ഉലുൽ ഖുർബ കുടുംബ ബന്ധമുള്ളവർ, വൽ യതാമ അനാഥരായവർ, വൽ മസാക്കീൻ സാധുക്കളായ ആളുകൾ, ഇത്തരം ആളുകൾ പ്രസ്തുത അനന്തരാവകാശ സ്വത്ത് വിഭജന സമയത്ത് അഭ്യുദയകാംക്ഷികളായി ആ മരണപ്പെട്ടു പോയ ആളും കുടുംബമൊക്കെ ആയിട്ട് സുഹൃബന്ധത്തിലും സ്നേഹത്തിലും കഴിയുന്ന ഇത്തരം ആളുകൾ, അവർക്കും അവരുടേതായ ഒരു പ്രയാസം ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഞങ്ങളിൽ നിന്നും വിട്ടുപോയി. അതിനെ തുടർന്നുള്ള ചില സംഭവ വികാസങ്ങളാണ് ആ കുടുംബത്തിൽ അരങ്ങേറുന്നത്. അപ്പോൾ അല്ലാഹു തആല പറയുന്നു, വൈദാ ഹദറൽ ഖിസ്മത, ഭാഗം വയ്ക്കുന്ന രംഗം, ആ സന്ദർഭത്തിൽ ഹാജരുണ്ടായാൽ, ഉലുൽ ഖുർബ അടുത്ത ബന്ധുക്കൾ, അതായത് കുടുംബ ബന്ധമുള്ളവർ, വൽ യതാമ അനാഥരായിട്ടുള്ള ആളുകൾ, വൽ മസാക്കീൻ അഗതികളായിട്ടുള്ള സാധുക്കളായ ആളുകൾ, അപ്രകാരമുള്ളവർ സന്നിഹിതരായിരുന്നാൽ, ഫർസുഖൂഹും അപ്പോൾ അവർക്ക് കൊടുക്കുവിൻ, ഫർസുഖൂഹും മിൻഹു അതിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് കൂടി കൊടുക്കുക, ഒരു സന്തോഷമായിട്ട്. വഖൂലു എന്നിട്ട് പറയുകയും ചെയ്യുക, ലഹും അവരോട്, ഖൗലൻ മഅറൂഫ മര്യാദയുള്ള വാക്ക്, നല്ല നിലയിൽ അവരോട് സംസാരിക്കുകയും
സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യണം എന്ന്. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് വല്ലതും നൽകുകയും അവരോട് നല്ല വാക്ക് പറയുകയും ചെയ്യുവിൻ. നോക്കും, ഒരു ഗൃഹനാഥൻ മരണപ്പെട്ടു. അവരുടെ സമ്പത്ത് ചിലപ്പം കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. അത് അവശേഷിപ്പിക്കപ്പെട്ട വസ്തു, അദ്ദേഹത്തിൻ്റെ കടങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം നിറവേറ്റപ്പെട്ടതിന് ശേഷം ഇസ്ലാം കൽപ്പിക്കുന്ന കൽപ്പനകൾ പ്രകാരം വീതം വയ്ക്കുമ്പോൾ അതിൽ നിന്നല്പം ആർക്കൊക്കെ കൊടുക്കാൻ പറയുന്നു നോക്കി അനാഥരായവർ, അടുത്ത ബന്ധമുള്ളവർ, സാധുക്കളായിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ആ ആളിൻ്റെ സ്വത്ത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൊടുക്കാൻ ആരോടാ പറയുന്നത്? ജീവിച്ചിരിക്കുന്ന അതിൻ്റെ ഏറ്റവും അടുത്ത അനന്തരാവകാശികളോട്. ഇത് അതിൻ്റെ ഗൗരവം എന്നറിയണം. ഈ ചെയ്യുന്നതിലൂടെ ആ മരണപ്പെട്ടു പോയ ആളിൻ്റെ ഖബറിനും ജീവിതത്തിനും അത് വലിയ ഒരു മുതൽക്കൊട്ടാണ്. ഇതറിയാവുന്ന സന്താനങ്ങളാണെങ്കിലല്ലയോ. ജീവിച്ചിരിക്കുന്ന സമയത്ത് പ്രാക്ടിക്കലായിട്ട് ഈ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി അറിവുള്ള ആളുകൾ പരിശ്രമിക്കുമ്പോൾ അതിനെയൊക്കെ പിടിച്ചൊതുക്കി കൂട്ടി കൈ വെച്ചിരുന്ന് ആർക്കും കൊടുക്കാതെ ഉള്ള ശീലമുള്ള മക്കളാണെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുമോ? ഇത് ഞങ്ങൾക്ക് ഇന്നതുപോലെ കിട്ടിയതാണ്, ഇതൊന്നും ഞങ്ങളതിൽ നിന്നൊന്നും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞത് ഇടയുണ്ടെങ്കിൽ ഇന്നതുപോലെ എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്ന എന്തിനാ? ഈ കൊടുക്കുന്ന ഈ സന്താനങ്ങൾക്കും അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഈ ബന്ധുക്കൾക്കും അതുപോലെ മരണപ്പെട്ടു പോയ ആൾക്കും അതുകൊണ്ട് പ്രയോജനമുണ്ടാകാൻ, നിങ്ങൾ ചെയ്യുന്ന ഈ ഔദാര്യങ്ങൾ കണ്ട് നാളെ നിങ്ങളും ഇതുപോലെ മരണക്കിടക്കയിൽ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങളുടെ സന്താനങ്ങളും അനന്തരാവകാശികളും ഒക്കെ ഇപ്രകാരം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ഈ ഖുർആൻ അവരുടെ മുമ്പിൽ പ്രകാശമായി നിൽക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യുകയുള്ളൂ. ഇതെപ്പോഴാണ്? മരിച്ചു കഴിഞ്ഞിട്ട് ജയിക്കാമെന്നാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ സന്താനങ്ങൾക്ക് ശരിയായ ശിക്ഷണം കൊടുക്കുകയും അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്യണം. അങ്ങനെ ഇല്ലാത്ത ഈ ആളുകളുടെ കയ്യിൽ നിങ്ങളുടെ ധനം, നിങ്ങളുടെ സമ്പത്ത് അകപ്പെട്ട് അവർ ദുർവിനിയോഗം നടത്തുമ്പോൾ അത് നിങ്ങളുടെ പാരത്രിക ലോക ജീവിതത്തിൻ്റെ സുഗമമായ പുരോഗതിക്ക് തടസ്സങ്ങൾ വരുന്നതാണ്. അതുകൊണ്ട് നിതാന്ത ജാഗ്രതയോടെ ദിനരാത്രങ്ങളെ നമ്മൾ സമീപിക്കുന്നതായി. ഇപ്പം മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹു തആല അവൻ്റെ ഔദാര്യം ഇറക്കുകയാണ്. ഈ ഔദാര്യം നമ്മളിപ്പോൾ ഒരേക്കർ സ്ഥലത്ത് താമസിക്കുക, നമ്മുടെ പുരയിടത്തിൽ നമ്മുടെ ചെടികൾക്ക് നമുക്ക് വേണ്ടി മാത്രമാണ് ഇല്ല. അവിടുത്തെ പുല്ല് പുഷ്പങ്ങളും പറന്ന് നടക്കുന്ന ജീവജാലങ്ങൾക്കും അതുപോലെ ഇഴഞ്ഞു നടക്കുന്ന ജീവജാലങ്ങൾക്കും സമസ്തനും അനുഗ്രഹമായിട്ടാണ് ആ റിസ്ക്, ആ ഇറക്കുന്ന മഴ ജലം കൊടുക്കുന്നത്. ഇതുപോലെ നമ്മുടെ ചുറ്റും നമ്മോടൊപ്പം ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്കും അവർക്കും അവരുടേതായ ഒരു റിസ്ക്, ഒരു സന്തോഷം പങ്കുവെക്കൽ. ഞാൻ ഔദാര്യവാനായതുപോലെ എൻ്റെ പ്രതിനിധിയായ നിങ്ങളും ഔദാര്യവാന്മാരായിരിക്കണം എന്ന പാഠം പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതെല്ലാം അങ്ങനെ ആ ഔദാര്യ മനസ്ഥിതി കാണിക്കുന്ന ഒരു ചായയുടെ പൈസ പോലും കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്ന ഇതെല്ലാം ഇവരറിയാതെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയേ ചെയ്യും, ഒരു പ്രയോജനവും ഇല്ലാതെ. അതേസമയം ഈ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി ആണ് ഇവർക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഈ സമ്പത്തിൽ ഒരല്പം ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിന് ഇവർ ഈ പിശുങ്ങി വെച്ചിരിക്കുന്ന ഈ സാധനം പിന്നെ 100 രൂപ മുടക്കിയാലും തീരാത്ത പരിഹാരം 10 രൂപ കൊടുത്താൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരും. അതിനെ ആ ബലായ അല്ലാഹു തആല തട്ടി നിൽക്കുകയും അവർക്ക് അല്ലാഹു തആല അതിന് സുരക്ഷ അസ്സദഖത്തു റദ്ദുൽ ബലാ. അതുകൊണ്ട് ഇതൊന്നും ഒരു നിസ്സാര കാര്യമായിട്ട് കണക്കാക്കരുത്.
നിത്യജീവിതത്തിൽ ആവശ്യമാണ്, രാവും പകലും ആവശ്യമാണ്. ഈ ദാനധർമ്മങ്ങൾ, സദക്കകൾ, സാധുക്കളെ സംരക്ഷിക്കുക, അനാഥരെ സംരക്ഷിക്കുക, പ്രയാസപ്പെടുന്നവർക്ക്, ബുദ്ധിമുട്ട് ഉള്ളവർക്ക് പരിഹാരം ഉണ്ടാകും. ഇതിനും കൂടെയൊക്കെയാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കാൻ വേണ്ടിയല്ല നമ്മളെ ഇങ്ങോട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ കാര്യം മാത്രം നോക്കാനാണെങ്കിൽ നമ്മൾ സ്വയം ഇങ്ങോട്ട് വന്നതാണോ? നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മുടെ മാതാവ്, പിതാവ് എത്രമാത്രം കഷ്ടപ്പെട്ടവരാണ്. അവർ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് നമ്മളെ ഈ ലോകത്തേക്ക് ഇങ്ങോട്ട് കടന്ന് വിളിക്കുമല്ലായിരുന്നു. രാവും പകലും ഉറങ്ങാനൊക്കാത്ത നിലയിൽ ഈ സന്താനങ്ങൾ കടന്ന് കരയില്ല. ഇതിനെയൊക്കെ തട്ടി വളർത്തിയെടുത്ത് കൊണ്ടുവന്ന് നിങ്ങളെങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. എന്നിട്ടാണ് നിങ്ങൾക്ക് ഈ കേൾവി ശക്തിയും കാഴ്ചയും സംസാരശേഷിയും ഈ സമ്പത്തും ഒക്കെ നിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചത്. അതുകൊണ്ട് നിനക്ക് തോന്നുന്നത് പോലെ ചെയ്യാനല്ല, നിനക്ക് തോന്നുന്നത് പോലെ ചെയ്യാനുള്ള കഴിവുള്ളവനായിരുന്നില്ല, നിനക്ക് കഴിവ് നൽകിയതാണ്. അത് മറ്റുള്ളവരുടെ എല്ലാം പ്രയത്നഫലമായിട്ടാണ് നിനക്ക് ഈ കഴിവ് ലഭിച്ചത്. നിനക്കൊരു ജോലി കിട്ടിയത്, നിനക്ക് ബുദ്ധിശക്തി ഉണ്ടായത്, നീ പ്രവർത്തിക്കുന്നത് എല്ലാം മറ്റുള്ള ഇടങ്ങളിലേക്കാണ്. അതുകൊണ്ട് നിനക്ക് മറ്റുള്ളവരുമായിട്ട് എപ്പോഴും ഒരു സദാബന്ധം ഉണ്ടായിരിക്കണം. നന്മയിൽ അധിഷ്ഠിതമായ ബന്ധം. ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ കൽപ്പനകൾക്കനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നതിന് ഉള്ള ഒരു പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് ബന്ധം. അല്ലെങ്കിൽ പ്രവർത്തിക്കാത്ത ആളുകളുടെ അടുത്ത് അത് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നവരായി നിങ്ങൾ മാറണം. അല്ലാതെ അവരുടെ മുമ്പ് ചാഞ്ഞും ചരിഞ്ഞും നിൽക്കരുത്. അവർ കാണിക്കുന്ന തെറ്റായ നടപടികൾക്കെല്ലാം ഒരു ഓശാന പാടിക്കൊണ്ട് നിൽക്കുന്ന ആ അവസ്ഥയൊക്കെ മാറിയിട്ട് ഒന്ന് സ്റ്റേണായിട്ട് നിൽക്കുക. ആർക്ക് വേണ്ടി? അള്ളാഹിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി. അന്യായമായ ഒന്നും ചെയ്യാൻ അള്ളാഹു പറയുന്നില്ല, എല്ലാം ന്യായമായ കാര്യം ചെയ്യാനേ പറയുന്നുള്ളൂ. അതിന് ഈ അന്യായക്കാരുടെ മുമ്പിൽ ചെന്ന് ഓച്ചാനിച്ച് എന്തെങ്കിലും വാങ്ങിച്ച് തിന്നണോ? അതിൻ്റെ കാര്യമില്ല. അതുകൊണ്ട് അവർക്ക് നേർവഴി പറഞ്ഞു കൊടുത്ത് ആ നേർവഴിയിലൂടെ നമുക്കൊരുമിച്ച് പോകാം എന്ന് പറയുക. അതിനവർക്ക് സന്തോഷമല്ല എന്നുണ്ടെങ്കിൽ വേറെ ആയിരങ്ങളുണ്ട് അപ്പുറത്ത് നേർവഴി കിട്ടാത്തവർ, അവർക്ക് ആ നേർവഴി പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് സക്കാത്ത്, സദക്കകൾ, ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന എല്ലാ വിപത്തുകളെയും തടഞ്ഞു നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് സുരക്ഷിതത്വം ഒരുക്കുന്ന ഏറ്റവും വലിയ കവചമാണ് അല്ലാഹു തആല ഒരുക്കി തരുന്ന ഈ സക്കാത്ത്, സദക്കകൾ. ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത്, അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിൽ ഏർപ്പെടുന്ന കരങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ചെയ്യുന്നവരാരാണെന്നും ചെയ്യാത്തവരാരാണെന്നും നിങ്ങൾ കരുതിയിരിക്കണം. അങ്ങനെ നിങ്ങൾ കരുതിയിരുന്ന് വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ. നിങ്ങൾ അലസമായിട്ടങ്ങ് ഇട്ട് കൊടുക്കരുത്. നിങ്ങളുടെ സമ്പത്ത് നശിപ്പിക്കാനുള്ളതല്ല, അതിനെ ബുദ്ധിപൂർവം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതല്ലാതെ 5 നേരം നിസ്കരിച്ച് ഞങ്ങൾ ദുആ ചെയ്തെന്ന് പറഞ്ഞിട്ട് അതല്ല. അത് ഒരു കൽപ്പന. അതുപോലെയുള്ള 700 കൽപ്പനകൾ കിടക്കുകയാണ്. അതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യേണ്ടതുമാണ്. അത് ചെയ്യുവാനും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുവാനും നമ്മെ ഓരോരുത്തരെയും അള്ളാഹു സജ്ജമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വചനവുമായി നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കാണാം. ജസാക്കുമുല്ലാഹി ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.